അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഫീറിനെ അതാ ഉമ്മ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ അത് കണ്ടപ്പോൾ അവന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഹലോ. ആ ഉമ്മ. എടാ, എവിടെയാടാ നീ വല്യമ്മയെ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? ഏ എങ്ങോട്ടാ മാറ്റിയത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കിളവിയെ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കരുതെന്ന്. അതെ, നിന്റെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ മാനം കെടുത്തരുത്. പൊന്നാര സഫീറെ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? നീ എന്താ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ? ഞങ്ങളും എത്തിയിരുന്നു അവിടെ. അതെ, പിന്നെയുണ്ടല്ലോ, നീ വേണ്ടാത്ത പ്രവൃത്തിക്ക് നിൽക്കല്ലേ. ദയവായി ആ കിളവി ഇങ്ങോട്ട് കൊണ്ടുവരല്ലേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഉമ്മ, കിളവിയോ? അതെൻ്റെ ഉപ്പയുടെ ഉമ്മയാണ്. അതെൻ്റെ വല്യമ്മയാണ്. വെള്ളിമ്മ അതൊക്കെ മരിച്ചു പോകേണ്ട കാലം സമയം കഴിഞ്ഞു. പക്ഷേ ആയുസ് ഇത്രയധികം നീട്ടിയിട്ടതിപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് പൊറുപ്പിക്കണമെന്നാണോ? ഉമ്മ, എല്ലാവരും വയസ്സാകും. പറയടാ, എവിടെയാ കൊണ്ടുപോയിട്ടത്? മര്യാദക്ക് ആ വൃദ്ധസദനത്തിൽ അതിന് കൊണ്ടാക്കിക്കോ. അതെനിക്ക് നല്ലത്. ഉമ്മ, എന്തിനാണ് നിങ്ങൾക്ക് വീണ്ടും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നത്? സഫീറെ, മറുത്ത് ഇങ്ങോട്ടൊന്നും പറയണ്ട, ചോദിക്കേണ്ട. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ വാക്കുകൾക്ക് പഴയ പോലെ അല്ല. നീ പഴയ പോലെ പാവമായിട്ടുമില്ല. ഇപ്പോൾ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം? നിന്റെ നൂർജഹാൻ നിന്റെ ഭാര്യയാവാൻ പോകുന്നതാണോ? അവൾ കോടീശ്വരിയാണ്. അവൾ നിന്റെ ഭാര്യയാകാൻ പോകുന്ന ഉങ്കാണോ നിനക്ക്? ഉമ്മ, ആണെന്ന് കരുതിക്കോളൂ. അല്ലാതെ എന്താ? സത്യം പറയണം. ഉമ്മ, എന്തിനാണ് വല്യമ്മയെ വീണ്ടും അവിടെ കൊണ്ടുപോയിടുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ആ ഉമ്മ ജീവിക്കേണ്ട വീടാണത്. എൻ്റെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. എൻ്റെ ഉപ്പയുടെ സമ്പത്താണത്. ഒരിക്കൽ പോലും വല്യമ്മയെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള കാര്യമില്ല. അതെ, കേസ് കൊടുത്ത എല്ലാവരും അകപ്പെടും. വൃദ്ധജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത് പറഞ്ഞങ്ങ് വന്നേക്കേ. അതെ, പുളിക്കൽ തറവാടും അതിലുള്ളതും ഇന്ന് എൻ്റെ പേരിലാണ്, അല്ലാതെ നിന്റെ തള്ളയായ വല്യമ്മയുടെ പേരിലല്ല. മനസ്സിലാക്കിക്കോ. ഉമ്മ, ആരുടെ പേരിലാണ് എന്നതല്ല, നിങ്ങളങ്ങനെ നിങ്ങളുടെ പേരിലാക്കി, അത് നിങ്ങളും എടുക്ക്. പക്ഷേ വല്യമ്മ, അവരാ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഒരിക്കൽ പോലും അധികാരമില്ല നിങ്ങൾക്ക്. എടാ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വരല്ലേ. ഇങ്ങോട്ട് നീ വർത്താനം പറയണ്ട. മര്യാദക്ക് ഇങ്ങോട്ട് പോരാൻ നോക്ക്. വല്യമ്മയും കെട്ടിപ്പിടിച്ചുകൊണ്ട് എവിടെ പോയിരിക്കുകയേ? എന്നാൽ സഫീർ അതിനൊന്നും മിണ്ടിയില്ല. കാരണം റിസ്വാന വക്കീൽ തൻ്റെ കൂടെ ഉള്ളത് ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ തന്നെ ഉമ്മയുടെ പ്രതികരണം എന്തായിരിക്കും അതൊന്നും എനിക്കറിയില്ല. പക്ഷേ വല്യമ്മയെ ആ സുരക്ഷിതമായൊരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുന്നു എന്ന് ഉമ്മയോട് പറയണം. ഉമ്മ, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, വൃദ്ധസദനത്തിലേക്ക് ഉമ്മയെ വിടുന്നില്ല. പകരം മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് ഞാൻ വല്യമ്മയെ മാറ്റിയിട്ടുണ്ട്. അതിനെന്താ? എടാ, നീ നിൻ്റെ ഇഷ്ടം പോലെക്കാണ് ചെയ്തോട്. പക്ഷേ ഇങ്ങോട്ടേക്ക് നീ കയറ്റി കൊണ്ടുവരല്ലേ മോനെ. മനസ്സിലായല്ലോ? ആ കിളവിയെ എങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ചവിട്ടി ഞാൻ കാല് ഒടിക്കും. നിന്റെ മൂലക്കൽ അവിടെ ഇടും. തിരിഞ്ഞു നോക്കൂല. അന്നും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്കിടും. അതൊക്കെ സഹിക്കാന് ആ തള്ള തയ്യാറാണെങ്കിൽ വന്നോട്ടെ. എന്നാൽ ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട സഫീർ പറഞ്ഞു, ഉമ്മ, നമ്മളും പ്രായമാകും, നമ്മളും വയസ്സാകും, നമുക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ, നീ എന്നെ പഠിപ്പിക്കല്ലേ. എന്തൊക്കെ തന്നെ എനിക്കൊരു പേടിയില്ല. പിന്നെ അവരെ ജസീറത അറിയണ്ട. നിന്നെയും ആ കിളവി തള്ളനെയും കൂടെ ഉണ്ടല്ലോ അവൻ. ഉമ്മ, ജസീർ കയ്യൂക്കുള്ളവനാണ്, കാര്യക്കാരനാണ് അല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണല്ലോ. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അവൻ ഒരുപാട് ശക്തികളുണ്ടായിരിക്കും അവൻ്റെ പിന്നിൽ. അവൻ്റെ ബാക്കിൽ ഗുണ്ടായുസമുണ്ട്. അവന് അതിനുള്ള ആളുകളുമുണ്ട്. ആരെയും തല്ലിച്ചതക്കാനും കൊല്ലാനും ഒരു മടിയുമില്ല ജസീറിന്. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വല്യമ്മയെ കഷ്ടപ്പെടുത്താനാവൂല. ഉമ്മ, നിങ്ങൾ ഇന്ന് വല്യമ്മയെ വൃദ്ധസദനത്തിലേക്ക് ഇറക്കി വിട്ടതാണെങ്കിൽ നാളെ നിങ്ങൾ അവിടെ നിന്ന് ഇറക്കൂലെന്ന് ആര് കണ്ട്? അയ്യട മോനെ, എൻ്റെ പേരിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ആരിറക്കി വിടാനാണ്? പിന്നെ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കല്ലേ കേട്ടോ. ഉമ്മ,
ഉപകാരം ചെയ്യേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. ജീവിച്ചു പോയിക്കോട്ടെ ഉമ്മ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? സഫീറെ, എന്ത് തന്നെയാലും വേണ്ടില്ല, ഇങ്ങോട്ട് അങ്ങനെ നീ കയറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാം. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട സഫീർ വരെ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രക്കും മോശമായ ഒരു ഉമ്മ, അതായത് ഉമ്മയുടെ സ്വഭാവം ഇതെന്താ ഇങ്ങനെ? പഠിച്ചോനെ, ഇത്രയധികം സ്വഭാവത്തിൽ മോശം വന്നല്ലോ ഉമ്മാക്ക്. വല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്നാൽ അതാ സമയം അല്പം വൈകി. എത്രയായിട്ടും സഫീറിനെ കാണുന്നില്ല. നമ്മുടെ റിസ്വാന വക്കീലിനെ ഭയമായി. എന്നാൽ അവൾ ആ വല്യമ്മയെ നല്ല രീതിയിൽ നോക്കി. അവർക്കുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടും അവരെ കുളിപ്പിച്ചു കൊടുത്തും വസ്ത്രം ഇട്ടുകൊടുത്തും നല്ല രീതിയിൽ മുടിയെല്ലാം വാർന്നു കൊടുത്ത് നല്ലൊരു സുന്ദരി വല്യമ്മയാക്കി ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ പേരക്കുട്ടിമരോളുടെ ആ ഒരു കൈകളുടെ ആ ഒരു സ്പർശനം, ആ ഒരു തലോടൽ ശരിക്കും വല്യമ്മക്ക് വല്ലാത്തൊരു ആശ്വാസമായി. മോളെ, എൻ്റെ കുട്ടി നന്നാവൂട്ടോ. എൻ്റെ സഫീർ മോനെ കിട്ടിയ നിധിയാണ് എൻ്റെ കുട്ടി. വല്യമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ വല്യമ്മ നിങ്ങളെ നോക്കാനേ. എനിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് വല്യമ്മ. പക്ഷേ വല്യമ്മ, എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ആലോചിക്കുമ്പോഴൊരു ടെൻഷൻ. കാരണം 1-2 കേസുകൾ വന്നു. അപ്പോൾ കേസുകൾ വന്നപ്പോൾ ഞാനതെല്ലാം ഒഴിവാക്കിയതാണ് ഉമ്മ. മോള് പോയിക്കോ, വല്യമ്മ ഇവിടെ നിന്നോളല്ലോ. ഉമ്മ, സാരില്ല, ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞതാണ്. കാരണം വല്യമ്മ, നമ്മൾ പണം ആഗ്രഹിച്ചിട്ടല്ല. പാവപ്പെട്ട ആരെങ്കിലൊക്കെ കേസിന് ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അവർക്കൊരു എതിർ കക്ഷിയായിട്ടും അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുത്ത് അവർക്ക് എതിരായിട്ടും നിൽക്കുവാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും എന്നെ എല്ലാവരും വിളിക്കും ഉമ്മ. പാവങ്ങളാണ് എന്നെ വിളിക്കാറുള്ളത്. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പോകാറാണ് വല്യമ്മ. മോള് പോവണം. അതെ, പാവങ്ങളായ ആളുകൾ, ഒരുപാട് ആളുകൾ വേദനയും വിഷമവും സഹിക്കുന്നവരുണ്ട്. കയ്യൂക്കുള്ളവർ അവർ കേസ് കൊടുക്കും. എന്നിട്ട് പാവപ്പെട്ട ഇവർ ആകെപ്പാടെ ഇറങ്ങാറാവും. ഒരു വക്കീലിന് കൊടുക്കാനുള്ള ക്യാഷ് പോലും ഓലെടുത്തുണ്ടാവില്ല. മോള് സഹായിച്ചോ? എല്ലാവരും സഹായിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടാവും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സഹായിക്കും. നമ്മളെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. എന്നാൽ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്ത് ഉമ്മ, എന്ത് നിങ്ങൾക്ക് അറിയുന്നത്? സ്നേഹത്തോടെ റിസ്വാന വക്കീൽ അവരുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല, ഉള്ള കാലത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ സ്ഥിതി കണ്ടില്ലേ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കി. എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഉമ്മങ്ങൾക്ക് അറിയണ്ട. ഉമ്മാനോട് സ്നേഹമുള്ളൊരു പേരക്കുട്ടി ഉണ്ടല്ലോ, സഫീർ. അതെ, അത് തന്നെ മതിയല്ലോ. ശരിയാണ്, എൻ്റെ കുട്ടിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. എത്രയായിട്ടും സഫീറിനെ കാണുന്നില്ല. റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ഭയം. ഉമ്മയും ചോദിച്ചു, ഹലോ ഇക്ക എവിടെ? ഞാൻ വരുന്നുണ്ട് പെണ്ണേ. അല്ല, എന്താ വല്യമ്മക്ക് എന്താ സ്പെഷ്യൽ? എന്താ ഫുഡ് എന്താ വാങ്ങേണ്ടത്? ഇക്ക, വല്യമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ചോദിച്ച് ഒന്ന് വല്യമ്മൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ. ഹലോ മോനെ. ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മാൻ്റെ കുട്ടി വേഗം ഇങ്ങോട്ട് പോന്നാളി. എവിടെ എന്നെ കാണുന്നില്ലല്ലോ. ഞാനോളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോൻ വിളിക്കുന്നത്. വല്യമ്മ, ഞാൻ ഇപ്പോൾ വരാം. അല്ല വല്യമ്മ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? പൊന്നു മോനെ, ഒന്നും വേണ്ടടാ. പിന്നെ എന്താ വല്യമ്മ, നിങ്ങൾക്ക് പൂതിയുള്ളതൊക്കെ പറഞ്ഞോളി. ഇന്ന് അമ്മാൻ്റെ കുട്ടി നല്ല ചൂടുള്ള കടല കുറച്ച് കൊണ്ടുവന്നോളി കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ. വറുത്ത കടലല്ലേ? കടല മിഠായി വേണോ? അതൊന്നും വേണ്ട മോനെ. ചൂടോട് കൂടിയുള്ള കടല കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നോളി കേട്ടോ. എൻ്റെ പൊന്നു വല്യമ്മ, അത് മതി നിങ്ങൾക്ക്. മോനെ, അമ്മാൻ്റെ കുട്ടി ഇവിടെ വന്നാൽ മതി. ആയിക്കോട്ടെ. ഓക്കെ. വല്യമ്മ എന്ത് പറഞ്ഞത്? എന്നോട് എന്താ വേണ്ടത് ചോദിക്കായിരുന്നു. എൻ്റെ കുട്ടിനെ റബ്ബ് കാക്കട്ടെ, ആമീൻ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് വല്യമ്മക്കും അവൾക്കും ആശ്വാസമായി. വല്യമ്മ, എൻ്റെ കുട്ടി എവിടെ പോയി കിടക്കാൻ ഇത്ര നേരം വൈകരുത് കേട്ടോ.
ബേജാറാണ് മോനെ. വല്യമ്മ, ഇത് വല്യമ്മ പറഞ്ഞ നല്ല ചൂടുള്ള കടല. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഔ മാഷാ അല്ലാ, എൻ്റെ കുട്ടി കുറേ കാലം പൂജ വെച്ചീന് മോനെ. ആ വൃദ്ധസദനത്തിൽ പോയി കിടക്കുമ്പോൾ ഇതിനൊരു പൂജയാണ്. കാരണം എൻ്റെ വല്യപ്പ എപ്പോഴും കടയിൽ പോയി വരുമ്പോഴൊക്കെ കടലമുട്ടായി ആയിട്ടും ഇങ്ങനത്തെ ഈ ചൂടുള്ള കടലായിട്ട് എനിക്ക് കൊണ്ടുവന്ന് എനിക്കതൊരു തൃപ്തിയായിരുന്നു. ഇപ്പം പിന്നെ ആരോട് പറയാനും മോനെ. സത്യം പറഞ്ഞാൽ വല്യപ്പയുടെ കാര്യം പറഞ്ഞ് അവർ കരഞ്ഞു. എൻ്റെ പൊന്നു വല്യമ്മ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരുമല്ലോ കേട്ടോ. എൻ്റെ വല്യമ്മക്ക് പൂതിയുള്ള എന്ത് കാര്യവും പറഞ്ഞോളി. അതൊക്കെ ദാ ഈ സഫീറിന് ജീവുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരും കേട്ടോ മോനെ. ഉമ്മാൻ്റെ കുട്ടി, ഒരു കാര്യമുണ്ട് കേട്ടോ ഉമ്മക്ക് പറയാൻ. പിന്നെ മറ്റുള്ളവർ അതിൽ ഇടപെടുന്ന എനിക്കിഷ്ടമില്ല. എന്ത് വല്യമ്മ? അതുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരണ്ട്. ഒന്നാമത് എന്നെ അവിടുന്ന് പുറത്താക്കാനുള്ള കാര്യം അതും കൂടിയാണ്. പിന്നെ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഏട്ടനും അതിമൊരു കണ്ണുണ്ടായിരുന്നു. എന്ത് വല്യമ്മ പറയുന്നത്? മോനെ, എനിക്ക് പുളിക്കൽ തറവാടിൻ്റെ അല്ല, എൻ്റെ തറവാടിൻ്റെ, എൻ്റെ ബാപ്പാൻ്റെ തറവാട്, ചോലക്കപ്പറമ്പൻ തറവാടിൻ്റെ കുറച്ച് സ്വത്ത് ഉണ്ട് മോനെ. അത് എൻ്റെ പേരിൽ എൻ്റെ ബാപ്പ എനിക്ക് വേണ്ടി എഴുതി മാറ്റി വെച്ചതാണ്. സ്വത്ത് എന്ന് വെച്ചാൽ അത്യാവശ്യം പൊന്ന് വിളയുന്ന സ്വത്ത് തന്നെ പറയാം. അതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അടങ്ങിയതാണ്. അതായത് വിലപ്പിടിപ്പുള്ള എല്ലാം ഉണ്ട് അതിൽ. കുരുമുളകായിട്ടുണ്ട്, തെങ്ങായിട്ടുണ്ട്, ഏലക്ക ഉണ്ട്. അങ്ങനെ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്. പൊന്നു മോനെ, അത് എൻ്റെ പേരിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് വന്ന് പറഞ്ഞു, ആ സ്വത്ത് ഇപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇനിയിപ്പോൾ എന്താക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഉമ്മ എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു മക്കളെ, അത് നിങ്ങളൊന്നും ആലോചിക്കണ്ട, അതിലിങ്ങോട്ട് ഒപ്പിട്ട് തന്നാളി, ഞങ്ങളെടുത്തോളാം. അല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ മരിച്ചാലേ വല്ല അനാഥാലയത്തൊക്കെ കൊടുക്കും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, വേണ്ട, അത് കുറച്ചും കൂടി അവിടെ എൻ്റെ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്, അതിനനുസരിച്ച് അത് കാട്ടാം, അല്ലാതെ ഇപ്പോൾ ഒപ്പിടാനാവില്ല. അത് പറഞ്ഞതിൻ്റെ ശേഷം പൊന്നു മോനെ എന്നെ ഭയങ്കര ചീത്ത പറിച്ചൊരു ഉപദ്രവിക്കലായിരുന്നു. അതിൻ്റെ പിറ്റേന്നാണ് എന്നെ വൃദ്ധസദനത്ത് കാക്കിയത്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വത്തും മുതലും സമ്പത്തൊന്നും വേണ്ട, ഓരെടുത്തോട്ടെ. എന്നാലും പൊന്നു മോനെ, പക്ഷേ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. രണ്ടാൾക്കും എന്നോട് ദേഷ്യമാണ്. ശരിക്കും സഫീറിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അപ്പോൾ സ്വത്തിന് വേണ്ടി കലഹിച്ചിട്ടാണല്ലേ ഇത്ര പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. വല്യമ്മ, എൻ്റെ പൊന്നു വല്യമ്മ, വല്യമ്മ എന്താ പറയണത് അതിനനുസരിച്ച് ഞാനതൊക്കെ ചെയ്തോളാം. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അനാഥാലയത്തിന്, പാവങ്ങൾക്ക്, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളാം. പക്ഷേ മോനെ, അതല്ലല്ലോ, നിൻ്റെ ഉമ്മാക്കും നിൻ്റെ ജ്യേഷ്ഠനും നാളായ്മൽ ഒരു കണ്ണുള്ളത്. അതിന് വേണ്ടി എന്നെ ഉപദ്രവിക്കുകയാണ് അവർ. പൊന്നുമ്മ, നിങ്ങളൊന്നും വിഷമിക്കല്ലേ, ഒന്നും നഷ്ടപ്പെടുന്നില്ല മോനെ. എനിക്ക് പറയാനുള്ള ഒന്നുമല്ല, ഒരു പ്രമാണം എഴുതി തന്നാലും ഞാനതിൽ ഒപ്പിട്ട് തരും. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പൊന്നു മോനെ അതെടുക്കണം. ഈയും അവളും എടുത്തോ, നിങ്ങൾക്ക് രണ്ടാക്കും എങ്ങനെ വെച്ചാൽ എടുത്തോണ്ടി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മ, ഒന്നും വേണ്ടമ്മ, അതൊക്കെ നമുക്ക് ഈ ദുനിയാവ് കുറേ നോക്കി നടന്നിട്ട് കാര്യമില്ലല്ലോ. ദുനിയാവിൽ കുറേ സമ്പാദിച്ചിട്ട് ഇപ്പോൾ എന്താ, മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല, വെറും 3 കഷ്ണം തുണിയെ കൊണ്ടുപോകുള്ളൂ അല്ലേ. നമ്മൾ 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ ഒരു സ്വത്തും മുതലും ഒന്നും കൊണ്ടുപോകില്ല. ആർക്കെങ്കിലും നമ്മൾ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഖബറിലേക്ക് ഉണ്ടാവും. അല്ലാതെ നമുക്ക് കുറേ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി അത് ഞാൻ എഴുതി തരികയാണ്, മറ്റുള്ളവർ അറിയേണ്ട വെച്ചക്കൂല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടിയും റിസ്വാന മോളും നല്ല മട്ടത്തിൽ ജീവിക്കണം, തെറ്റിപ്പിരിയാതെ മരിക്കോളൂ കേട്ടോ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോനെ? അത് നമ്മളെ വീട്ടിൽ ജോലിക്ക് നിന്നില്ലേ ആയിഷ, ഞാൻ ആ കഥ പറഞ്ഞിട്ടേ ഉള്ളൂ മോളോട്. മോളെ, ആ ഉമ്മ അപ്പോഴേക്കും അവൾ 2 പേർക്കും നല്ലൊരു ചുടുകാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇത് കുടിച്ചോളി. വല്യമ്മക്കും ഞാൻ മോളോട് പറഞ്ഞിരിക്കേനു ആ കഥയൊക്കെ. ഉമ്മ, ആ കുട്ടി ഇപ്പോഴുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് മോനെ.
ആണോ? ആ പെണ്ണ് ഗർഭിണിയാണെന്ന് പറഞ്ഞിരുന്നു. ഏതോ ഒന്നും അറിഞ്ഞില്ല. അതെ ഉമ്മ, ആ കുട്ടിയുടെ പേര് ആമി എന്നാണ്. കാരണം അവരുടെ ഉമ്മയുടെ പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്, ആമി. അവർ മരിച്ചു പോയിട്ടുണ്ട്, ആമിനത്താത്ത. മകൾ ആയിഷയുണ്ട് ഇപ്പോഴും. ആയിഷയുടെ മകളും ഉണ്ട്, അതായത് ജസീറിൻ്റെ മകളും. ശരിക്കും അത് കേട്ട് വല്യമ്മ ഞെട്ടിത്തെറിച്ച്, മോനെ സഫീർ, സത്യാണോ? അതെ ഉമ്മ, ഞാൻ അവരെ കണ്ടു. മോളെ, റിസ്വാന വക്കീലിനെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇക്ക നിങ്ങൾ കണ്ടോ? അതെ പെണ്ണെ, ഞാൻ കണ്ടു. ഞാൻ അവരെ കണ്ടു. പാവമാണ് അവരുടെ അവസ്ഥ, കാര്യങ്ങൾ. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങളെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അങ്ങ് കരഞ്ഞു. കാരണം അത്രക്കും പരിതാപകരമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ആ 2.5 വയസ്സുകാരി പൊന്നും മോളെ കാണുമ്പോഴേ വല്ലാത്തൊരു ഭംഗിട്ടോ. എന്ത് രസമാണ് ആ പെണ്ണിനെ കാണാനെന്നോ. മാഷാ അല്ലാ. വല്യമ്മ ശരിക്കും ഞെട്ടി. മോനെ, വല്യമ്മക്കൊന്ന് കാണാൻ പോതിയുണ്ടല്ലോ. മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയേനു അവരെ. ശരിക്കും അതാ വല്യമ്മയുടെ ആ ആഗ്രഹം. അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മാക്ക് അങ്ങോട്ട് പോരാൻ കഴിയോ? കാറിൽ കൊണ്ടുപോയാൽ? എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീൽ പറഞ്ഞു, വേണ്ട, ഉമ്മയെ ബുദ്ധിമുട്ടാക്കണ്ട, ഉമ്മയെ ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ അവരെയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരി കേട്ടോ. അവർക്ക് ഈ വീട്ടിൽ സുഖമായി ജീവിക്കാലോ. ശരിക്കും അതാ റിസ്വാന വക്കീൽ അത് പറഞ്ഞപ്പോൾ വല്യമ്മക്കും വല്ലാത്ത സന്തോഷം. മോളെ, പാവമായിരുന്നു അവളെ. വീട്ടിലെ ജോലികളും കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തന്നിരുന്നു. എന്താ ചെയ്യുക, ഓരോ നിമിഷത്തെ ആ ഒരു പിഴവ് മൂലം ആ കുട്ടി അങ്ങനെ ആയിത്തീർന്നു. എന്നാലെങ്കിൽ ഏറ്റെടുത്ത് നോക്കല്ലേ വേണ്ടത്. അതിനും ഇവൻ്റെ ഉമ്മ സമ്മതിച്ചില്ല. പഠിച്ചോനെ, വല്ലാത്ത വിഷമം കേട്ടോ എല്ലാം കൂടി ആലോചിച്ചിട്ട്. പൊന്നു മോനെ സഫീർ, അവരെ വേഗം കൊണ്ടുപോടാ, എനിക്ക് കാണാൻ കൊതിയായി മോനെ. സഫീറിനോട് വല്യുമ്മ ഉള്ളു തുറന്ന് സംസാരിച്ചു. മോനെ കൊണ്ടുവാ മോനെ. സന്തോഷത്തോടെ അവർ അത് പറഞ്ഞപ്പോൾ സഫീറിൻ്റെ മനസ്സിൽ ആശ്വാസമായി. അല്ലാ, ഇൻഷാ അല്ലാ, ചോദിച്ചു നോക്കണം, അത് കൂട്ടിക്കൊണ്ടുവരണം. ഒരിക്കലും അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ജസീറിൻ്റെ ചോരയാണെങ്കിൽ അത് എൻ്റെ കൂടി ചോരയാണ്. സംരക്ഷിക്കണം എൻ്റെ പൊന്നു മോളെ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ആയിഷയും കുഞ്ഞും വരുമോ ഇവരുടെ ഈ വില്ലയിലേക്ക്? അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വരുമ്പോൾ അവൾ സമ്മതം മൂളുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സഫീറിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. റിസ്വാന വക്കീലിൻ്റെ കേസുകൾ അതാ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവൾക്ക് പോകാൻ കഴിയുന്നില്ല. വല്യമ്മയെ ഇട്ടിട്ട് അവൾ പോകാൻ തയ്യാറല്ല. ഒരു പക്ഷേ ആയിഷ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പോവുകയും ചെയ്യാം, വല്യമ്മക്കൊരു കൂട്ടുമാവുമല്ലോ എന്നും അവൻ വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.